ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. സെക്കൻഡ് യൂണിറ്റിൽ ലാംഗ്വേജ് ആക്ടിവിറ്റീസ് എന്ന ഭാഗത്തു നിന്ന് വീണ്ടും നമ്മൾ കുറച്ച് വീഡിയോ ക്ലാസ്സുകൾ നൽകുകയാണ്. അതിൽ ആദ്യത്തെ ക്ലാസ്സാണിത്. ഇതിൽ നമ്മൾ മോഡൽ ഓക്സിലറി വെർബ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്കറിയാം, ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്സ് രണ്ട് വിധമുണ്ട്. അതിൽ മോഡൽ ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം ഈ ലാംഗ്വേജ് ആക്ടിവിറ്റീസിൽ കുറച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. എല്ലാത്തരം മോഡൽ ഓക്സിലറി വെർബ്സിനെയും ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൽ ഓരോന്നിനെ കുറിച്ച് നമുക്കിപ്പോൾ പറയാം. അതിൽ ഒന്നാമത്തേത് വിൽ എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്. ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ 66-ാമത്തെ പേജിലാണ് ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ മോഡൽ ഓക്സിലറി വെർബ് വിൽ. ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ബോർഡിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. വിൽ, ഫസ്റ്റ് വൺ, ടു മേക്ക് ഫ്യൂച്ചർ. നമ്മളെല്ലാം മനസ്സിലാക്കിയ പോലെ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന പോലെ ഫ്യൂച്ചർ ടെൻസ് മേക്ക് ചെയ്തതിന് വേണ്ടിയിട്ടാണ് വില്ല് അതുപോലെ ഷാള് ഈ ഓക്സിലറി വെർബ്സ് എല്ലാം ഉപയോഗിക്കുന്നത്. അതിൽ ഫ്യൂച്ചർ ടെൻസ് ഒരു ഉദാഹരണം, ദ ട്രെയിൻ വിൽ ലീവ് അറ്റ് 4. ട്രെയിന് 4 മണിക്ക് ഇവിടം വിട്ടു പോവും. ദ ട്രെയിൻ വിൽ ലീവ്. ഇപ്പൊ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചറിലൊരു കാര്യം അങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വിൽ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വില്ലിന്റെ മറ്റൊരു ഉപയോഗമാണ് ടു മേക്ക് പ്രഡിക്ഷൻസ്, അല്ലെ, എന്തെങ്കിലും പ്രഡിക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് വിൽ റെയിൻ ഇൻ ദി ഈവനിങ്. ഇന്ന് വൈകുന്നേരം മഴ പെയ്യും. അതൊരു പ്രഡിക്ഷനാണ്, ഒരു പ്രവചനാണ്. അപ്പൊ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രവചിക്കാൻ വേണ്ടിയിട്ട് വിൽ ഉപയോഗിക്കാം. ഇറ്റ് വിൽ റെയിൻ ഇൻ ദ ഈവനിങ്. തേർഡ് വൺ, ടു മേക്ക് ഓഫർ. എന്തെങ്കിലും ഓഫർ നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, I will help you to do this job. I will help you to complete this. I will help you. ഞാൻ നിന്നെ സഹായിക്കുമെന്നുള്ളത് എൻ്റെ ഒരു ഓഫറാണ്. അപ്പോൾ ഒരാൾക്കൊരു ഓഫർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വില്ല് ഉപയോഗിക്കാം. വില്ലിന് ശേഷം വരുന്ന വെർബുകളെല്ലാം ശ്രദ്ധിക്കുക. എല്ലാ വെർബുകളും V1 ഫോമിലായിരിക്കും. വിൽ ലീവ്, വിൽ റെയിൻ, വിൽ ഹെൽപ്പ്. ഇതെല്ലാം എല്ലാ വെർബുകളും V1 ഫോമിലാണ്. And fourth use, to make determination. ഒരു ഡിറ്റർമിനേഷൻ കാണിക്കാൻ. ഫോർ എക്സാമ്പിൾ, he will speak them. അല്ലെ, അവരോട് സംസാരിച്ചുകൊള്ളും. he will speak. അവൻ സംസാരിക്കും അല്ലെങ്കിൽ അവൻ സംസാരിച്ചുകൊള്ളും. അത് ഒരു ഡിറ്റർമിനേഷനാണ്. അങ്ങനെ അയാൾ ചെയ്യും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. I will speak them. ഞാൻ അവരോട് സംസാരിക്കും, ഉറപ്പാണ്. ഒരു ഡിറ്റർമിനേഷൻ, ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഉറപ്പ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് he will speak them. I will kill you. നിന്നെ ഞാൻ കൊല്ലും, ഉറപ്പാണ്. To make formal request. Next item, to make formal request. ഒരു ഫോർമൽ റിക്വസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാളോട് നമ്മൾ റിക്വസ്റ്റ് നടത്താൻ, will you open the window please? Will you give me some cash please? Will you do me a favor? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഒരു റിക്വസ്റ്റ് ആണ്. അങ്ങനെ ഒരു ഫോർമൽ റിക്വസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് വിൽ എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വെർബിന്റെ 4 ഉപയോഗങ്ങളാണ്. വില്ല് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ ടെൻസിലാണ്. ഫ്യൂച്ചറിനെ കാണിക്കാൻ നമുക്ക് ടെൻസ് എന്നൊരു ഭാഗം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ടെൻസിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് അഥവാ ഫ്യൂച്ചർ ടെൻസിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് വില്ല് ഉപയോഗിക്കാറുണ്ട്. അതിനുശേഷം പ്രഡിക്ഷൻസ് നടത്താൻ, ടു മേക്ക് പ്രഡിക്ഷൻസ്, then to make offer, then to make express or to express determination and to make formal request. ഈ വില്ലിന്റെ 4 ഉപയോഗങ്ങളാണ് നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വില്ലിന്റെ പാസ്റ്റായ വുഡാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. വുഡിന്റെ ഉപയോഗങ്ങൾ, ഈ 3 ഉപയോഗങ്ങളാണ് പ്രധാനമായും വുഡിനുള്ളത്. ടു മേക്ക് എ റിക്വസ്റ്റ്, ആൻഡ് സെക്കൻഡ് വൺ ടു എക്സ്പ്രസ് എ വിഷ്, and third one to speak about past habits. ഇതിൽ ഒന്നാമത്തെ റിക്വസ്റ്റ്, ഒരു റിക്വസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് വുഡിനെ എങ്ങനെ ഉപയോഗിക്കാം നോക്കാം. Would you please give 10 rupees? Would you please give me 10 rupees?
എനിക്ക് ദയവായിട്ട് നിങ്ങളൊരു 10 രൂപ തരുമോ, അതൊരു റിക്വസ്റ്റാണ്. ഒരു റിക്വസ്റ്റിനെ കാണിക്കാൻ ഈ വുഡിനെ ആദ്യം തന്നെ വെച്ചിരിക്കുന്നു അല്ലേ. would you please give me. Second one, to express a wish. ഒരാളുടെ ഒരു ആഗ്രഹം അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വുഡിനെ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, അങ്ങനെ വരുമ്പോൾ അതിലൊരു ലൈക്ക് എന്നൊരു വേർഡും കൂടെ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. നോക്കാം. ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് ദിസ് ബുക്ക്. ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് ദിസ് ബുക്ക് ടു യു. നിങ്ങൾക്ക് ഈ പുസ്തകം ഒന്ന് അല്ലേ പരിചയപ്പെടുത്തി തരാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ എനിക്കുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് വുഡ് ലൈക്ക്. ഐ വുഡ് ലൈക്ക്. അപ്പോൾ വുഡ് ഇവിടെയും വുഡ് ഉപയോഗിച്ചിരിക്കുന്നു. ഒരാളുടെ വിഷ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് ഉപയോഗിക്കാം. ആൻഡ് തേർഡ് വൺ, ടു സ്പീക്ക് അബൌട്ട് പാസ്റ്റ് ഹാബിറ്റ്സ്. മുമ്പ് കാലങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു ശീലമുണ്ടായിരുന്നു അല്ലേ, കഴിഞ്ഞു പോയ കാലത്ത് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വുഡ് ഉപയോഗിക്കാറുണ്ട്. ടു സ്പീക്ക് അബൌട്ട് പാസ്റ്റ് ഹാബിറ്റ്സ്, നമ്മുടെ പതിവ് ശീലങ്ങൾ, മുൻപ് ഉണ്ടായിരുന്ന പതിവ് ശീലങ്ങളെ കാണിക്കാൻ. When I was a boy, I would play tennis every evening. ഞാനൊരു കുട്ടിയായിരിക്കുന്ന സമയത്ത് എല്ലാ വൈകുന്നേരങ്ങളിലും ഞാൻ ടെന്നീസ് കളിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമായിരുന്നു, കഴിഞ്ഞു പോയ കാലങ്ങളിൽ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. These are the 3 main important usage of wood. സോ വുഡ് എന്ന് പറയുന്നത് വില്ലിന്റെ പാസ്റ്റ് ആണ്. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഇത് ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന ഭാഗം പഠിക്കുമ്പോൾ വീണ്ടും നമുക്ക് വുഡിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അവിടെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഈ വുഡിന് പ്രത്യേക ഉപയോഗങ്ങൾ, വില്ലിനെ പാസ്റ്റ് ആക്കിയിട്ട് വുഡിലേക്ക് മാറ്റി ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ വീണ്ടും വുഡ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഇവിടെ ഈ 3 ഉപയോഗങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. റിക്വസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, അയാളുടെ ഒരാഗ്രഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പാസ്റ്റ് ഹാബിറ്റ്സിനെ അല്ലേ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി. ഇങ്ങനെ 3 ഉപയോഗങ്ങളാണ് വുഡിന് പ്രധാനമായിട്ടും ഉള്ളത്. വിൽ, അതേപോലെ വുഡ്, ഈ 2 മോഡൽ ഓഫ് സ്പീച്ച് ഇപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഷാളും ഷുഡും. ആദ്യമേ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഈ വില്ലും ഷാളും ഫ്യൂച്ചറിനെ കാണിക്കാനാണ് മെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഐ ഷാൾ കം ഹിയർ, അല്ലെങ്കിൽ ഐ ഷാൾ ഗോ ദെയർ, വി ഷാൾ റൈറ്റ് ദിസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത്. അതുപോലെ ഷാളിന്റെ മറ്റൊരു ഉപയോഗമാണ് ടു ആസ്ക് എ പെർമിഷൻ. ഒരാളുടെ ഒരു പെർമിഷൻ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഷാളിനെ ഉപയോഗപ്പെടുത്താം. ഷാൾ ഐ കം വിത്ത് യു, ഷാൾ ഐ കം വിത്ത് യു. ഞാൻ നിന്റെ കൂടെ വരട്ടെയോ. ഒരാൾ ഒരിടത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ കാണുന്നു, അയാളുടെ ഒരു പെർമിഷൻ ചോദിക്കുക നിങ്ങൾ അല്ലേ, ഞാനും വരട്ടെ കൂടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഷാളിനെ ഉപയോഗപ്പെടുത്തുന്നു. ഷാൾ ഐ സിറ്റ് ഹിയർ, ഞാനൊന്ന് ഇവിടെ ഇരിക്കട്ടെയോ അല്ലേ. ഷാൾ ഐ ടേക്ക് ദിസ്, ഞാനിതൊന്ന് എടുത്തോട്ടെയോ എന്നൊക്കെ ചോദിക്കാൻ, ഒരാളോട് ഒരു പെർമിഷൻ നേടുന്നതിന് വേണ്ടിയിട്ട്, അനുവാദം ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഷാളിനെ ഉപയോഗപ്പെടുത്താം. പിന്നെ അതുപോലെ ഒഫീഷ്യൽ ഓർഡറുകളൊക്കെ നടത്താൻ, ഇതൊക്കെ കുറച്ചുകൂടെ കൂടിയ യൂസേജുകളാണ്. ആ ഭാഗത്തും ഈ ഒഫീഷ്യൽ ഓർഡറുകൾ നടത്താൻ വേണ്ടിയിട്ടും ഈ ഷാളിനെ ഉപയോഗപ്പെടുത്താം. ഓൾ സ്റ്റുഡൻസ് ഷാൾ റെമിറ്റ് ദ ഫീസ് ടുഡേ ഇറ്റ്സെൽഫ്. എല്ലാ കുട്ടികളും ഇന്ന് തന്നെ ഫീസ് അടക്കണം. എല്ലാ കുട്ടികളും ഇന്ന് തന്നെ ഫീസ് അടക്കണം എന്നൊരു ധ്വനിയാണ് അതിൽ നിന്ന് വരുന്നത്. കാരണം ഇറ്റ്സ് ഡിനോട്ട്സ് എൻ ഓർഡർ, ഒരു ഓർഡറിനെയാണ് ഇത് കാണിക്കുന്നത്. ഇന്ന് അടക്കും എന്നല്ല, ഇന്ന് ഫീസ് അടക്കും എന്നല്ല, ഇന്ന് തന്നെ ഫീസ് അടക്കും എന്നല്ല, ഇന്ന് തന്നെ ഫീസ് അടക്കണം എന്നൊരു ഓർഡറാണ് ഇവിടെ ഷാളിനെ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് കിട്ടുന്നത്. ഷാള് ഒരു പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്നു, അതിനപ്പുറത്തേക്ക് ഒരു ഒഫീഷ്യൽ ഓർഡർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, ഷുഡ് എന്താണെന്ന്, ഷുഡ് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം. ഷുഡ് ഷാളിന്റെ പാസ്റ്റ് ആയിട്ട് ഷുഡിനെ ഉപയോഗപ്പെടുത്താം. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഷാളിന്റെ പാസ്റ്റ് ആയിട്ട് നമുക്ക് ഷുഡിനെ ഉപയോഗപ്പെടുത്താം. അതുപോലെ ഷുഡിന്റെ മറ്റുപയോഗമാണ് ടു ഇൻഡിക്കേറ്റ് ആൻ ഒബ്ലിഗേഷൻ, ഒരാളോടുള്ള കടപ്പാട് അല്ലേ, ഒരാളോടുള്ള ധർമ്മം, ഇതൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഷുഡിനെ ഉപയോഗപ്പെടുത്താം. അതായത് യു ഷുഡ് ഒബേ യുവർ പാരൻസ്, നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾ അനുസരിക്കുക തന്നെ വേണം.
ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു വേർഡാണ് മസ്റ്റ്. ഷുഡിനേക്കാൾ ഒരല്പം കൂടി ശക്തി കൂടുതലാണ്. ഒബ്ലിഗേഷന്റെ കാര്യത്തിൽ ഒരല്പം കൂടി ശക്തി കൂടുതലാണ് മസ്റ്റ്. യു മസ്റ്റ് ഒബേ യുവർ പാരന്റ്സ്. നിന്റെ പാരന്റ്സിനെ നീ അനുസരിച്ചേ മതിയാകും. വേറൊരു നിവൃത്തി നിനക്കില്ല, വേറൊരു ചോയ്സ് നിനക്കില്ല. യു മസ്റ്റ് കം ഹിയർ. നീ ഇവിടെ വന്നേ മതിയാകും. അപ്പൊ അതിൽ നിന്നൊരു അല്പം ശക്തി കുറച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിനെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. യു ഷുഡ് ഒബേ യുവർ പാരന്റ്സ്. നിന്റെ പാരന്റ്സിനെ നീ അനുസരിച്ചേ മതിയാകൂ എന്ന് ഏറെക്കുറെ അങ്ങനെ ഒരു അർത്ഥം തന്നെ അതിന് വരുന്നു. നിന്റെ പാരന്റ്സിനെ അനുസരിക്കണം, ടീച്ചേഴ്സിനെ അനുസരിക്കണം, ക്ലാസ്സിൽ നേരത്തെ വരണം എന്നൊക്കെ പറയാൻ നമുക്ക് ഷുഡ് ഉപയോഗപ്പെടുത്താം. യു ഷുഡ് അറ്റൻഡ് ഓൾ ദ ഫങ്ഷൻസ്. എല്ലാ ഫങ്ഷൻസും അല്ലേ, സ്കൂളിൽ നടക്കുന്ന എല്ലാ ഫങ്ഷൻസും, സ്കൂളിൽ നടക്കുന്ന എല്ലാ മീറ്റിംഗ്സും നീയും നിന്റെ പാരന്റ്സും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. യു ഷുഡ് അറ്റൻഡ് ടു ദ മീറ്റിംഗ്. യു ഷുഡ് ഒബേ യുവർ ടീച്ചേഴ്സ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഡിനെ ഉപയോഗപ്പെടുത്താം. സോ ഈ 4 ഓക്സിലറി വെർബ്സ് ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. വില്ല്, വുഡ്, ഷാള്, ഷുഡ്. ഇതിനെല്ലാം കൂടെ നമ്മൾ വിളിക്കുന്നത് മോഡൽ ഓക്സിലറി വെർബ്സ് എന്നാണ്. മോഡൽ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് പ്രത്യേകം ശ്രദ്ധിക്കണം. മോഡൽ DEL എന്നല്ല, MODEL. മോഡൽ ഓക്സിലറി വെർബ്സ്. ഹെൽപ്പിംഗ് വെർബ്സ് നമ്മൾ ഈസ്, ആം, ആറ് എന്നൊക്കെ കേൾക്കുന്ന പോലെ ആ വെർബുകളെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് ഓക്സിലറി വെർബ്സ് എന്ന് പറയും. അതിൽ വേറൊരു സെക്ഷനാണ് മോഡൽ ഓക്സിലറി വെർബ്സ്. അതിൽ വില്ല്, വുഡ്, ഷാള്, ഷുഡ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു.